ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോഷ്യൽ, മെന്റൽ, ഫിസിക്കൽ വെൽബീയിങ്, അതിനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കരുതും ഇവളെന്താ സയൻസിന്റെ ക്ലാസ് എടുക്കുവാണോ എന്ന്. ആക്ച്വലി എന്റെ ജോലി അതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ സത്യമാണ്, നമ്മുടെ ചുറ്റുവട്ടവും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ക്ലിയർ ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മളും സന്തോഷമായിട്ടിരിക്കും. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കല്ല. എപ്പോഴും ഹെൽത്ത് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ ഹെൽത്ത് വൈസ് ആയിട്ട് ഓക്കെ ആകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് പന്തളം കുളനടയിലുള്ള ആരോഗ്യ നികേതനിലാണ്. നല്ലൊരു പുതിയ കോൺസെപ്റ്റ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നി. അപ്പൊ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും അറിയത്തില്ല. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് കരുതി. അപ്പം ഞാൻ അതിന്റെ തുടക്ക ഭാഗത്താണ് ഇരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ വീഡിയോയിലോട്ട് വായോ ഗൈസ്. ഞാനിപ്പോ ഇരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ കുളത്തിനകത്ത് മീനുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ചേട്ടൻ വന്ന് മീനിന് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അവിടെ ഇങ്ങനെ ഒരു മത്സ്യകന്യകയുടെ ചെറിയ പ്രതിമയും കുറച്ച് ഫൗണ്ടെയിൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനെ കൊണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് കാട്ടിത്തരാട്ടോ. സോ ഇതിന്റെ ചുറ്റുവട്ട് തിരിക്കാനെ കൊണ്ട് ഉള്ള ഒരു സൗകര്യമുണ്ട്. ഞാൻ അതുപോലത്തെ ഒരു മരത്തിന്റെ തടിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഇവരിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 80കളിൽ തുടങ്ങിയ മനുഷ്യന്റെ ജീവിതം 90കളിലൂടെ കടന്ന് നൗഡേയ്സ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അതായത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 80കളിലൊക്കെ ഉള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമല്ല. നമ്മൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ ചുമ്മാ ഇങ്ങനെ കണ്ടം പോലുള്ള അല്ലെ പാടം പോലുള്ള പ്രദേശത്തൊക്കെ പോയിരിക്കുക, മീൻ പിടുത്തം, കുട്ടികൾ കളിക്കാൻ പോവുക പുറത്ത്, ഇതൊക്കെയായിരുന്നു എന്റർടൈൻമെന്റ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്റെ ലൈഫ് സ്റ്റൈലും പിന്നീട് 90കളിലുണ്ടായ മാറ്റവും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു മനുഷ്യന്റെ ജീവിത രീതി, ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും ചുറ്റുവട്ടത്തൂടെ കറങ്ങുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാം. അല്ല കൊച്ചേട്ടാ, പണിയൊക്കെ കഴിഞ്ഞോ? നിലമൊക്കെ ഉഴുത് കഴിഞ്ഞോ? ഇന്നത്തെ കൃഷി പരിപാടികളൊക്കെ കഴിഞ്ഞല്ലേ ഗൈസ്? നമ്മുടെ വീടിനപ്പുറത്തെ രാഘവൻ കൊച്ചാട്ടനല്ല ഇത് കേട്ടോ. സോറി, ഞങ്ങൾ പത്തനംതിട്ടക്കാര് ചേട്ട എന്ന് വിളിക്കുന്നത് കൊച്ചാട്ട എന്നാണ്. അപ്പൊ എന്തായാലും ഈ നിൽക്കുന്നത് ഒരു കർഷകന്റെ പ്രതിമയാണ് ഗൈസ്. ഇത് നല്ല കട്ടത്താടിയൊക്കെ ഉണ്ട്, കൊള്ളാല്ലേ? ആളുടെ ആ ശരീരത്തിന്റെ ദൃഢത നിങ്ങൾ കണ്ടോ? പണ്ടുള്ള ആളുകള് കൃഷിയൊക്കെ ചെയ്തിട്ടായിരുന്നു ജിംനാസ്റ്റ് ആയത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തോ ആളുകൾ ജിമ്മിൽ പോയിട്ടാണ് ആരോഗ്യം നിലനിർത്തുന്നത്. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് നോക്കാം ആള് നിൽക്കുന്നത് എങ്ങനെയാന്ന്. ഒരു ചെറിയ കലപ്പയൊക്കെ പിടിച്ചുകൊണ്ട് ആളിങ്ങനെ നിപ്പുണ്ട്. ആളിന്റെ ആ ഒരു ശരീരത്തിന്റെ ആരോഗ്യം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. പണ്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലാണ് ഞാൻ ഈ പറയുന്നത്. കണ്ടോ എന്ത് ഭംഗിയായിട്ട് ആ പ്രതിമ നിൽക്കുന്നത്. ഇത്രയും ആരോഗ്യമുള്ളൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ ഒരാൾ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലൊക്കെ ആളുകൾ നിൽപ്പുണ്ട്. നമുക്ക് അവരുടെ അടുത്തെല്ലാം പോയി സംസാരിക്കാം.